തന്നെ അർജന്റീനയുടെ ഫാൻസ് ആയിരുന്ന പല ജിഹാദികളും ഇപ്പൊ ഇറാന്റെ കൂടത്തിൽ കൂടിയേക്കാം, മൊറോക്കോയുടെ കൂടെ കൂടിയേക്കാം. കാരണം അതൊക്കെ മുസ്ലിം ഭൂരിപക്ഷമായ രാജ്യമാണ്. മലപ്പുറത്തുൾപ്പെടെ പലയിടത്തും അർജന്റീനയുടെ ഫ്ലെക്സ് ഒക്കെ ഇരുന്ന സ്ഥലത്ത്, ബ്രസീലിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഇരുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ ഇറാന്റെ ഫ്ലെക്സ് ആണ്. ഇറാന്റെ ഫ്ലെക്സ് ആണെന്ന് മാത്രമല്ല, അയത്തുള്ള അലി ഖമേനിയെ പോലെയുള്ള കൊടും ഭീകരവാദികളുടെ ചിത്രത്തിനൊപ്പമാണ് ഇറാൻ ഫുട്ബോൾ ടീമിന്റെ. കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. കാരണം 50 കൊല്ലത്തേക്ക് മലപ്പുറം ജില്ലയിലുള്ള ജിഹാദികൾ മുഴുവൻ അർജന്റീനയെയും ബ്രസീലിനെയും മാത്രം സപ്പോർട്ട് ചെയ്യാമെന്ന് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടതല്ലേ. അതിലിടക്ക് ആ എഗ്രിമെന്റ് നിലനിൽക്കെ നിങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ ഫ്ലക്സ് മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും വെക്കുകയോ ഏതെങ്കിലും രാജ്യത്ത് സപ്പോർട്ട് ചെയ്ത് ശരിയായി എന്നുള്ള തോന്നൽ എനിക്കുമില്ല കേട്ടോ. അത് മാത്രമല്ല, അദ്ദേഹം രണ്ടാമത് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിൽ ഇറാന്റെ ഫ്ലക്സ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ മലപ്പുറം ജില്ലയിൽ വെക്കുന്ന ഫ്ലക്സുകളുടെയും മറ്റു പരസ്യ ബോർഡുകളുടെയും കംപ്ലീറ്റ് ചെലവുകൾ വഹിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവരും ജനൻ ടിവിയും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു 13 ജില്ലകളിൽ നിന്ന് പിരിവെടുത്ത കാശും സർക്കാർ കൊടുക്കുന്ന കാശും കൊണ്ടാണല്ലോ ഈ ഫ്ലക്സ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വെക്കുന്ന അല്ല ബുക്ക് ചെയ്ത് അതേ ഈ 2 രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഫ്ലക്സ് വെക്കാൻ പാടുള്ളൂ. മറ്റൊരു സ്ഥലത്തേക്ക്, കാരണം വാടക തരുന്ന സ്ഥലവും കാശ് ചെലവാക്കുന്ന മറ്റുള്ളവരുമാണല്ലോ. അതുകൊണ്ട് ഈ ചെയ്ത 2 കാര്യങ്ങളും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കുമുണ്ട് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അത് കൂടാതെ ഒരു കാര്യം കൂടി നമ്മുടെ ഒരു സാറ് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കേട്ടുനോക്ക്. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്ത് റഷ്യയും ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ ആയിരുന്നു ഈറ്റില്ലമെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഫുട്ബോളുകൾക്ക് ഫണ്ട് ഇറക്കുന്നത്. അറബ് രാജ്യങ്ങളാണ്. എണ്ണപ്പണം കൊണ്ട് ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായി അവർ കൈയടക്കിയിരിക്കുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞ അവസാനം കണ്ടോ, മുമ്പൊക്കെ റഷ്യയും അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ഏറ്റവും നല്ല കളിക്കാരായിട്ടുണ്ടായത്. ഇപ്പൊ കാണുന്നില്ലേ, ഇപ്പൊ സൗദി അറേബ്യ വന്നിരിക്കുന്നു, ഇറാഖ് വരുന്നു, ഇറാൻ വരുന്നു, ഈജിപ്ത് വരുന്നു, ഖത്തർ വരുന്നു. ഇതൊക്കെ പുതിയ ടീമുകൾ വരുന്നതല്ലേ. അങ്ങനെ വരാൻ പാടില്ലല്ലോ. കാരണം ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ജിഹാദികൾ കടന്നു വരാൻ പാടില്ല. ഇപ്പൊ തന്നെ ലോകത്ത് തന്നെ 1.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള രാജ്യം ഇപ്പം വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. 5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. പ്ലെയിനിന് ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാത്ത ഗോളി 1.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ടീമിന് വേണ്ടി ഗോളിയായി നിൽക്കുന്ന 40 വയസ്സുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ പറയുന്നത്. എന്റെ സഹോദരനോടൊരു കാര്യം പറയാനുള്ളത്, ലാറ്റിൻ അമേരിക്കൻ ശൈലിയോട് ഇഷ്ടമുള്ള ലോകത്തുള്ള നാനാവിധ എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീനയെയും ഉറുഗ്വേയെയും ബ്രസീലിനെയും അവരുടെ കളിയുടെ ശൈലി കൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനിയിഷ്ടമുള്ള കാലത്ത് സ്പെയിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പഴയ കാലത്ത് ക്രിസ്മാനുള്ള കാലത്ത് ജർമ്മനിയോട് ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ എംബാപ്പെ ഉള്ളതുകൊണ്ട് ഫ്രാൻസിനോട് ഇഷ്ടമുണ്ട്. അതേപോലെ സാദിയോ മാനെ ഉള്ളതുകൊണ്ട് സെനഗലിനോട് ഇഷ്ടമുണ്ട്. ഇത് കളിയാണ്. കളിയായിട്ട് മാത്രം കാണുക. അന്ധമായ മുസ്ലിം വിരോധം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഫുട്ബോൾ